യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് എന്ന ഖുർആനിലെ ആയത്തിന്റെ ഷെയ്ഖ് യാസർ അൽ ദോസരിയുടെ മനോഹരമായ പാരായണം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഇതിന്റെ അർത്ഥവും ആശയവും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മനോഹരമായിരിക്കും. അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു, എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളിലൂടെ രാത്രിയിൽ ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ അവരുടെ കൂടെയുണ്ട്. വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത്. അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു വ്യക്തമായി അറിയുന്നവനാണ്. ഈ രാത്രിയിലെ ഗൂഢാലോചന എന്നത് ഇത് ഖുർആനിലെ 4-ാം അധ്യായം 108-ാമത്തെ വചനമാണ്. 105 മുതൽ 113 വരെയുള്ള വചനങ്ങളിൽ ഒരു കളവ് പിടിക്കപ്പെടുകയാണ്. അള്ളാഹു തന്നെ സത്യം വെളിപ്പെടുത്തുകയും നീതി നടപ്പിലാക്കാൻ പറയുകയുമാണ് ചെയ്യുന്നത്. അതായത് തുഅ്മത്ത് ഇബ്നു ഉബൈരിക് എന്ന വ്യക്തി ഒരു കളവ് നടത്തുകയാണ്. ഖത്താദത്ത് ഇബ്നു നുഅ്മാൻ എന്ന സ്വഹാബിയുടെ പടയങ്കി മോഷ്ടിക്കുകയാണ്. ഈ തുഅ്മത്ത് മദീനയിൽ ഒരു കളവ് സ്വഭാവമുള്ള ആളായിരുന്നു. പേരിൽ ഒരു മുസ്ലിമും യഥാർത്ഥത്തിൽ അയാൾ മുനാഫിക്കുമായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് പടയങ്കി കട്ടെടുത്തത് എന്ന് ആളുകൾക്ക് സൂചന ലഭിച്ചതോടെ ഈ തുഅ്മത്ത് എന്ത് ചെയ്യാണ്, ഈ പടയങ്കി യഹൂദനായിട്ടുള്ള സെയ്ദ് ഇബ്നു സമീൻ എന്ന ആളുടെ വീട്ടിലേക്ക് അദ്ദേഹം അറിയാതെ കൊണ്ടുപോയി വെക്കുകയാണ്. അതോടുകൂടി ഈ നിരപരാധിയായിട്ടുള്ള സെയ്ദ് ഇബ്നു സമീനും സംശയിക്കപ്പെടുകയാണ്. ഈ കള്ളനായിട്ടുള്ള തുഅ്മത്ത് രാത്രി അദ്ദേഹത്തിന്റെ ഗോത്രത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുനാഫിക്കളെ കൂട്ടിയിട്ട് രഹസ്യമായിട്ട് പ്രവാചകനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. എന്നിട്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോവുകയും ഈ സെയ്ദ് ഇബ്നു സമീൽ തന്നെയാണ് കട്ടെടുത്തത് എന്ന് സ്ഥാപിക്കുകയും ചെയ്യാണ്. പ്രവാചകൻ പോലും ആ നുണ വിശ്വസിക്കുന്ന രൂപത്തിൽ സ്വാധീനം ഉണ്ടായപ്പോഴാണ് അള്ളാഹു ആ യഹൂദൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കുന്നത്. പിന്നീട് തുഅ്മത്ത് അദ്ദേഹത്തിന്റെ കള്ളി പൊളിഞ്ഞതോടെ ഉള്ള വിശ്വാസവും കപടവിശ്വാസമാണെങ്കിലും അത് ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര ചെയ്യാണ്. മക്കയിലും അദ്ദേഹം ഈ കളവ് തുടരുന്നതിനിടയിൽ ഒരു ഭിത്തി തകർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ആരോപിതനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള സെയ്ദ് ഇബ്നു സമീൻ അദ്ദേഹത്തിന്റെ അടുത്ത് തെറ്റൊന്നുമില്ല എന്ന് ഖുർആനിൽ വചനം ഇറക്കിയിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പ്രവാചകനിൽ വിശ്വസിച്ച് നല്ലൊരു മുസ്ലിമായി ജീവിച്ചു എന്നാണ്.